നമസ്കാരം. വർഷപ്രതിപദ ദിനത്തിൽ നാഗ്പൂരിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നായിരുന്നു പ്രധാനമന്ത്രിയെ നാഗ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. എന്നാൽ ഈ സന്ദർശനത്തിന് ശേഷം ചില ചൂടുള്ള ചർച്ചകൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് എത്തിയതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ആരോപിച്ചിരുന്നു. എന്നാൽ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിന് ലഭിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും അടുത്ത BJP പ്രധാനമന്ത്രി എന്നാണ് തനിക്കറിയാൻ സാധിച്ചതെന്നും സഞ്ജയ് റൌത്ത് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന തരത്തിൽ ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസ് നേതാവ് ഹുസൈൻ ഡൽവാനിയും ഇപ്പോൾ എയറിലാണ്. ശിവസേന നേതാവിന്റെ മൂട് താങ്ങിപ്പോയ നേതാവിന് ഇപ്പോൾ നിലത്തുറയ്ക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. 75 വയസ്സ് കഴിഞ്ഞവരെ അവർ വിരമിക്കലാണ് പതിവ്. മോദിക്കും പ്രായമാകുകയാണ്. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കുന്നത്. മോദി അവിടെ പോയത് RSS നേതാക്കളെ സന്തോഷിപ്പിക്കാനായിരിക്കും. RSS ഒരു തീവ്രവാദ സംഘടനയാണ്. അവരാണ് VHP, ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചതെന്നൊക്കെയാണ് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത്. എന്നാൽ ആവശ്യമില്ലാതെ RSSനെയും മോദിയും കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന എല്ലാ കൊമ്പന്മാരെയും ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്നത് ഉറപ്പാണ്. മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് RSS ആസ്ഥാനത്ത് എത്തിയത്. എന്റെ അറിവനുസരിച്ച് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം RSS ആസ്ഥാനത്ത് പോയിട്ടില്ല. RSS നേതൃമാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകുമെന്ന് RSS തീരുമാനിക്കും. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായിരിക്കും. ഇക്കാര്യം അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച ചെയ്യാനാണ് മോദിയെ RSS ആസ്ഥാനത്തേക്ക് വിളിച്ചതെന്നും റൌത്ത് ആവശ്യപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഇക്കാര്യം ആവർത്തിച്ചതോടെ ഇത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട്. ഒടുവിൽ സഞ്ജയ് റാവത്തിന് ചുട്ട മറുപടി നൽകി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കുമെന്നുള്ള ചർച്ചകളുടെ ആവശ്യമേ ഇല്ലെന്ന് ഫട്നാവിസ് വ്യക്തമാക്കി. ഒരാൾ ഏതെങ്കിലും സ്ഥാനത്ത് സജീവമായി തുടരുമ്പോൾ അയാളുടെ പിന്തുടർച്ചക്കാരാകാൻ ആരായിരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നതിന് ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. 2029 നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ദേവേന്ദ്ര ഫട്നാവിസ് അഭിപ്രായപ്പെട്ടു. കൂടാതെ നിരവധി പേർ ഇതിനോടകം തന്നെ ശിവസേന നേതാവ് സഞ്ജയ് റൌത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. എന്തായാലും ഈ വാർത്തയാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നതും ചർച്ചകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.